السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. സ്നേഹബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദ്മാരെ, പ്രിയ നിറഞ്ഞ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, പ്രിയ ശ്രോതാക്കളെ, സ്ത്രീ സ്വാതന്ത്ര്യവും സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വർത്തമാന കാല സാഹചര്യത്തിൽ സ്ത്രീ സ്വാതന്ത്ര്യത്തെ കുറിച്ചുള്ള ചർച്ചകൾ, ഇസ്ലാം സ്ത്രീക്ക് നൽകുന്ന സ്വാതന്ത്ര്യത്തെ കുറിച്ചുള്ള ചർച്ചകൾ ലോകത്തുടനീളം പുരോഗമിക്കുകയാണ്. അതിനുശേഷം സ്ത്രീ വിവാഹ പ്രായപരിധി പ്രശ്നം വന്നപ്പോൾ ഇവിടെയുള്ള ഫെമിനിസ്റ്റുകളും ശത്രുക്കളുമെല്ലാം ഇസ്ലാമിനെതിരെ തിരിഞ്ഞതായി നാം കണ്ടു. ഇത്തരമൊരു വേളയിൽ ഇസ്ലാം സ്ത്രീക്ക് നൽകുന്ന സ്ഥാനവും സ്വാതന്ത്ര്യവും കുറിച്ചുള്ള അല്പസമയം കൊണ്ട് വിശദീകരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമുക്കറിയാം, തനിക്ക് ജനിച്ചത് ഒരു പെൺകുഞ്ഞാണെന്നറിഞ്ഞാൽ യാതൊരു ദയം കൂടാതെ തനിക്ക് അപമാനമാണെന്ന് മനസ്സിലാക്കി പച്ചയായി കുഴിച്ചു മൂടുന്ന ഒരു കാട്ടാള സമൂഹത്തിലേക്കായിരുന്നു പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗമനം. എന്നാൽ ആരെങ്കിലും രണ്ട് പെൺമക്കളെ പ്രായപൂർത്തിയെത്തുന്നതുവരെ പോറ്റി വളർത്തിയാൽ ഞാനും അവനും ഖിയാമത്ത് നാളിൽ ഇതുപോലെ ആയിരിക്കുമെന്ന് പറഞ്ഞ് തന്റെ ഇരുവിരലുകളും ചേർത്ത് വെച്ച് വിശ്വപ്രഖ്യാപനം നടത്തിയ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തനിക്കൊരു പെൺകുഞ്ഞ് തരണമേ എന്ന് തന്റെ നാഥനിലേക്ക് ഇരു കരങ്ങളും ചേർത്ത് വെച്ച് ദ്വാ ചെയ്യുന്നവരായി അവനെ പരിവർത്തിപ്പിച്ചെടുക്കുന്നത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, സ്വർഗ്ഗം മാതാവിന്റെ കാലിനടിയിലാണെന്ന പ്രഖ്യാപനത്തിലൂടെ സ്ത്രീത്വത്തിന്റെ സ്ഥാനം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം വാനോളം ഉയർത്തുകയുണ്ടായി. സ്ത്രീക്ക് മാനുഷിക പരിഗണന നൽകുന്നത് ഇസ്ലാം മാത്രമാണ്. അന്നത്തെ ബാബിലോണിയൻ സംസ്കാരവും റോമൻ സംസ്കാരവും എല്ലാം ഇവിടെയുള്ള സ്ത്രീകളെ കേവലം സുഖഭോഗ വസ്തുവും മൃഗതുല്യവുമായാണ് കണ്ടതെന്ന് നമുക്ക് ചരിത്രത്തിൽ വായിക്കാവുന്നതാണ്. ഇവിടെയാണ് ഇസ്ലാം സ്ത്രീക്ക് നൽകുന്ന സ്ഥാനം നമുക്ക് മനസ്സിലാകുന്നത്. എവിടെയാണ് ഇസ്ലാം സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലങ്ങിയിട്ടുള്ളത്? പല ഫെമിനിസ്റ്റുകളും വാദിക്കുന്നു, ഇസ്ലാം സ്ത്രീകളെ പർദ്ദക്കുള്ളിൽ മൂടി പുതപ്പിച്ച് വീടിന്റെ അകത്തളങ്ങളിൽ ഒതുക്കിയിരുത്തുന്നു എന്ന്. എന്നാൽ സ്ത്രീ പീഡനങ്ങളും സ്ത്രീകൾക്ക് നേരെയുള്ള ലൈംഗികാതിക്രമങ്ങളുമെല്ലാം സ്ത്രീകളുടെ ഫാഷൻ വസ്ത്രധാരണ രീതിയാണെന്നും ആയതിനാൽ പെൺകുട്ടികൾ കലാലയങ്ങളിലും ക്യാമ്പസുകളിലും ഓവർകോട്ട് വസ്ത്രധാരണ രീതി നിയമം പല ക്യാമ്പസുകളിലും ഇന്ന് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. ഇസ്ലാമിക വീക്ഷണത്തിൽ സ്ത്രീ പരിശുദ്ധിയാണ്. അവളുടെ പരിശുദ്ധത കാത്തു സൂക്ഷിക്കപ്പെടണമെങ്കിൽ ഇസ്ലാം നിഷ്കർഷിക്കുന്ന വസ്ത്രധാരണ രീതി അനിവാര്യമാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, സ്ത്രീയും പുരുഷനും മനുഷ്യവർഗത്തിലെ രണ്ടിനങ്ങളാണ്. സ്ത്രീക്കും പുരുഷനും ഒരേ സ്വാതന്ത്ര്യവും ഒരേ സ്ഥാനവും നൽകണമെന്ന് പറയുന്നത് പരമവിഡിത്തമാണ്. സ്ത്രീക്ക് അവൾ അറിയിക്കുന്ന സ്വാതന്ത്ര്യമുണ്ട്, പുരുഷന് അവൻ അറിയിക്കുന്ന സ്വാതന്ത്ര്യമുണ്ട്. പുരുഷന് അവന്റെ സൃഷ്ടിപ്പിനനുസൃതമായ നിയമം ഇസ്ലാം നിഷ്കർഷിച്ചിട്ടുണ്ട്. സ്ത്രീക്ക് അവളുടെ സൃഷ്ടിപ്പിനനുസൃതമായ നിയമങ്ങൾ ഇസ്ലാം നിഷ്കർഷിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ഇസ്ലാമിന്റെ യാഥാർത്ഥ്യ പാതയിൽ അടിയുറച്ചു നിൽക്കാൻ നാഥൻ തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.